എനിക്ക് നോമ്പിന് മുമ്പേ പീരീഡ്സ് ആയിരുന്നു. ഉം, അപ്പൊ നോമ്പിന് കുറച്ച് 2 ദിവസം മുമ്പേ ക്ലിയർ ആയി. ഉം, ഞാൻ നോമ്പെടുത്ത് ചിരിക്കാൻ തുടങ്ങി. ഉം. പിന്നെ ഇപ്പൊ നോമ്പ് ഇന്നലെ മുതല് വീണ്ടും എനിക്കൊരു കൺഫ്യൂഷന് ഒരു കറ പോലെ വരുന്നു. ഓക്കെ. അപ്പൊ ഞാൻ ഇന്നലെ വരെ എടുത്ത നോമ്പ് ശരിയാവോ, അപ്പോൾ 2 അല്ലെങ്കിൽ ദിവസത്തെ അത് നോമ്പ് നിങ്ങൾ എടുത്തു അല്ലേ? എടുത്തു? അപ്പോൾ നിങ്ങളുടെ സാധാരണത്തെ ഉള്ള അത്രയും ദിവസങ്ങൾ നോമ്പിന് മുമ്പ് നിങ്ങൾ ഈ പീരീഡ് ടൈം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് പൊതുവെ 15 ദിവസമോ അല്ലെങ്കിൽ 15 ദിവസം കൂടുതലാവുന്നുണ്ട് ഇപ്പൊ കുറച്ച് കൊല്ലങ്ങളായിട്ട്. ഉം, പിന്നെ ഇപ്രാവശ്യത്തെ എനിക്ക് നല്ല ക്ലിയർ ആയിരുന്നു. ആ 7 ദിവസം മാത്രമായി, പിന്നെ ശുദ്ധിയായി. ആ പിന്നെ അപ്പോൾ വീണ്ടും ഇന്നലെ മുതൽ ചെറിയൊരു അതെ, 7 ദിവസം നിങ്ങൾ സാധാരണയായിട്ട് 15 ദിവസമാണ് നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാകാറുള്ളത് എങ്കിൽ അതിന് ശേഷം ഉണ്ടാകുന്നതും 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അതിന് ശേഷം ഉണ്ടാകുന്നതും അതിൻ്റെ ഗണത്തിൽ തന്നെ ഉൾപ്പെടുത്തണം. അതല്ലേ. അതെ. അപ്പൊ അല്ല, സാധാരണ ഇപ്പൊ നല്ല ക്ലിയർ എനിക്ക്. പിന്നെ സാധാരണ ദിവസവും ഉം, കുറച്ച് ദിവസം ഉണ്ടായി, പിന്നെ 2 മാസം ക്ലിയർ ആയി, പിന്നെ വീണ്ടും വരും. ആ അത് ചെറുതായിട്ടൊരു കറ പോലെ നിങ്ങളുടെ ഉണ്ടാവും. ശരിക്കുള്ള സമയം 7 ദിവസമാണോ അതല്ല 15 ദിവസമാണോ? ആദ്യം 7 ദിവസമായിരുന്നു. ആ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആ 7 15 ദിവസം. ദിവസം ഉണ്ടായി കഴിഞ്ഞ് ഇപ്പോൾ പൂർണ്ണമായും അതിൽ നിന്ന് വിരാമമുണ്ടായി, നിങ്ങൾ കുളിച്ച് ശുദ്ധിയായി നമസ്കാരവും നോമ്പും ഒക്കെ തുടങ്ങി ആ അല്ലേ? അതിനുശേഷം വീണ്ടും ഉണ്ടായതല്ലേ? അതെ. വീണ്ടും ഉണ്ടായത് രക്തത്തിൻ്റെ കളറിൽ നിങ്ങൾക്ക് സാധാരണ ഉണ്ടാകുന്ന രൂപത്തിലുള്ള കളർ പോലെയാണോ തോന്നുന്നത്? അതല്ല രക്തത്തിൻ്റെ അല്ല, കളർ. ആ രക്തത്തിന്റെ കളറല്ല, ഒരു ഡാർക്ക് കളറായിട്ട് ആ അത് ഒരു എന്താ. അതൊരിക്കലും നിങ്ങൾ രക്തത്തിൻ്റെതായിട്ട് കണക്കാക്കേണ്ടതില്ല. രക്തവുമായിട്ട് ഒരു ആ, കളറിൽ യോജിപ്പില്ല എങ്കിൽ, അതായത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞതാണ്, കറുത്ത രക്തമാണ് ഹൈലിൻ്റെ രക്തം. തുടക്കത്തിലൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ആ രക്തവും അതിന് തന്നെ കറുത്ത കളറും അല്ലെങ്കിൽ കുറച്ച് ഡാർക്കായിട്ടുള്ള രക്ത കളർ തന്നെ കാണുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. അതല്ലാത്ത ഡിസ്ചാർജുകൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, പരിഗണിക്കേണ്ടതില്ല. നിങ്ങൾ ഇല്ലല്ല. നമസ്കാരവും അപ്പൊ എനിക്ക് നോമ്പും പള്ളിയിൽ നമസ്കാരവും പോയിട്ട് നോമ്പൊക്കെ നിസ്കരിക്കാൻ, തുടരാം. പള്ളിയിൽ പോകുന്ന പ്രശ്നം ഉണ്ടോ? പള്ളിയിൽ പോകുന്നതിന് പ്രശ്നമില്ല, നമസ്കാരവും മറ്റുമൊക്കെ തുടരാം. അത് വസ്ത്രത്തിലാകാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, പാഡ് വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഓക്കെ, ഇൻഷാ അല്ലാ.